അടിയന്തരമായി ആൻജിയോഗ്രാം ചെയ്ത് ആൻജിയോപ്ലാസ്റ്റ് ചെയ്യേണ്ട ഒരു ഹൃദ്രോഗിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുചെന്ന് 5-6 ദിവസത്തോളം അവിടെ തിരിഞ്ഞു നോക്കാൻ ആളില്ലാതെ കിടത്തി. ഏറ്റവും ഒടുവിൽ 2 മിടുക്കരായ മക്കളെയും ഒരുപാട് പ്രതിസന്ധികളും പ്രയാസവുമുള്ള ഒരു കുടുംബത്തെയും ബാക്കിയാക്കി ജീവിത പ്രാരാബ്ദങ്ങളുടെ പേരിൽ മാത്രം സർക്കാർ ആശുപത്രിയെ ആശ്രയിച്ച് ഇതിനു വേണ്ടി ചിലവാക്കാനും ആളുടെ മുന്നിലും കൈനീട്ടാനും എന്തിനു പോകണം എന്ന ചിന്തയിൽ അങ്ങനെ ഒരു ത്യാഗം സഹിച്ച അല്ലെങ്കിൽ ജീവിത പ്രയാസങ്ങൾ അവിടെ കൊണ്ടെത്തിച്ച ഒരു മധ്യവയസ്കനായ മനുഷ്യൻ മരണപ്പെട്ടതിൻ്റെ കാരണങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നതിന് മറുപടി പറയുന്ന മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെ ഒന്ന് കാണാം. ഇതൊക്കെ വളരെ വിഷമകരമായ ഒരു കാര്യമാണ്. അത് അങ്ങനത്തെ ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതിനെക്കുറിച്ച് അന്വേഷിക്കാം. പക്ഷേ അത് വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. ചികിത്സിക്കുന്ന ഡോക്ടർമാർ, കാർഡിയോളജിയിലെ പ്രൊഫസർമാർ ഇത്രയും പേഷ്യൻറ്റിനെ ചികിത്സിച്ച് ദിവസവും അവർ ഇത് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ഇത് കുറ്റപ്പെടുത്തൽ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അവരും ഭയങ്കര നിരാശയിലാണ്. അത് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ചികിത്സ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജിയിലെ പ്രൊഫസർമാർ പറയുമ്പോൾ പിന്നെ നമ്മളത് റെഫ്യൂട്ട് ചെയ്യാൻ നെഗറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളി മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരം പറയുകയാണ്. തീർന്നില്ല. ഇനി ആ മരണപ്പെട്ട ആളിൻ്റെ ഒരു ശബ്ദരേഖയുണ്ട്. ആ ശബ്ദരേഖ ആ കിടക്കയിൽ കിടന്നുകൊണ്ട് അയാൾ തൻ്റെ സുഹൃത്തുക്കളോട് പറയുകയാണ്. എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ ഒരു ആത്മവിശ്വാസത്തോടെ ആ ഘട്ടത്തിലും നിരാശനെങ്കിലും സംസാരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഓട്ടോ ഡ്രൈവർ ആയിരിക്കുന്നതിനോട് കൂടി തന്നെ അതിനപ്പുറത്ത് സ്വന്തം ജീവിതത്തെക്കുറിച്ച് കാഴ്ചപ്പാടുകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമൊക്കെയുള്ള ഒരു മനുഷ്യനാണ്. നമ്മൾ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്തെത്തിപ്പോയി എന്ന് കരുതി ആ ചെയ്യുന്ന കൂലിപ്പണിയോ അല്ലെങ്കിൽ ആ തൊഴിലുമായി ബന്ധപ്പെട്ട് മാത്രം ആ ആളുകളെ നമുക്ക് വിലയിരുത്താനാവില്ല. അങ്ങനെ വിലയിരുത്താനാകാത്തത് കൊണ്ടാണ് പല നേതാക്കളെയും നമ്മൾ പറയുമ്പോൾ പണ്ട് ബീഡി തൊഴിലാളിയായിരുന്നു, പണ്ട് മോട്ടോർ തൊഴിലാളിയായിരുന്നു, പണ്ട് ഹെഡ്ലോഡായിരുന്നു എന്നൊക്കെ പലരെക്കുറിച്ചും മന്ത്രിമാരെക്കുറിച്ചും മുഖ്യമന്ത്രിമാരെക്കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിക്കുന്നത് ആ ഘട്ടത്തിലാണ്. അപ്പോൾ അങ്ങനെ നല്ല കാഴ്ചപ്പാടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ അവസാനം സുഹൃത്തിനയച്ച മൊഴിയാണ് ഈ കേൾക്കേണ്ടത്. മെഡിക്കൽ കോളേജ് മൊത്തത്തിൽ സമൂല അഴിമതി കൊണ്ട് ആറാടിയിരിക്കുക. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നില്ലയോ? അത് വാസ്തവം തന്നെ. അത് മനസ്സിലായില്ലയോ? കണ്ണൂര് ഒരു ഹോസ്പിറ്റലിനകത്ത് ഒരു ഡോക്ടറെയും അതിന്റെ സിസ്റ്റം കയറി കൈകാര്യം ചെയ്തില്ല ഒരു പിതാവ്. അതൊക്കെ അവനവന്റെ മാനസിക ധർമ്മത്തിനനുസരിച്ച് ചെയ്തു പോകുന്നത്. അത് കറക്റ്റാണ്. കാരണം ആ രീതിയിൽ തിരുവനന്തപുരത്തോട് ചെയ്ത് വെക്കേണ്ടതായിട്ട് കൂടി കാര്യങ്ങൾ വന്നു ചോദിക്കാം. ഒരു മനുഷ്യൻ വന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസോ എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരക്ഷരം ശബ്ദിക്കത്തില്ല. ഒരക്ഷരം അവർ മറുപടി പറയത്തില്ല. നമ്മൾ യൂണിഫോം ഇട്ടിരിക്കുന്ന ഒരാളിനോട് നമ്മളൊരു കാര്യം നമ്മൾ അറിയാൻ വേണ്ടി ചോദിച്ചാല് നായകർ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും അവർ നോക്കാൻ ശ്രമിക്കത്തില്ല. ഒന്ന് തിരിഞ്ഞു പോലും നോക്കത്തില്ല. ഒരു മറുപടി പിന്നീടായിട്ട് പറയത്ത പോലുണ്ട്. ഇവിടെ കൈക്കൂലിയുടെ ഏറ്റവും വലിയ പ്രോബ്ലം. ഞാന് ഈ ആശുപത്രിയിൽ ഞാൻ ഇവിടെ വന്നിട്ട് വെള്ളിയാഴ്ച രാത്രി ഞാനിവിടെ വന്ന എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, മനസ്സിലായില്ലയോ? എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിരുന്നത് വെള്ളിയാഴ്ച വൈകിട്ട്. ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ഇന്ന് ബുധൻ, ഈ 4 ദിവസം എമർജൻസി ആയിട്ട് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വേഗം പോകുന്ന ആംബുലൻസ് വിളിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്ന് പറഞ്ഞ് വിട്ട് എമർജൻസി ആയിട്ട് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞിട്ട് ഒരു പേഷ്യന്റ് ആംബുലൻസ് ആത്ത ഞാൻ ഇന്ന് 5ാമത്തെ ദിവസം ഇവർ എന്റെ പേരിൽ കാണിക്കുന്ന ഈ നിരാലംബതയും ഈ ഉദാസീനതയും ഈ ഒരു കാര്യപ്രാപ്തി ഇല്ലായ്മ ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. സാധനം ഇതിനിടയ്ക്ക് എന്നെ പരിശോധിക്കാൻ പറ്റുന്ന റൗണ്ട്സ് തന്നെ പരിശോധിക്കുന്ന ഡോക്ടറിനോട് ഞാൻ പലതവണ ചോദിച്ചു, എനിക്ക് എന്റെ പേരിലുള്ള ഈ ചികിത്സ എപ്പോൾ നടക്കുന്നുള്ളത്. അവർക്ക് ഒരു കാരണവശാലും യാതൊരുവിധ ഐഡിയ ഇല്ല. ഐഡിയ ഇല്ല. ഇവര് കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടാണോ ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പോലും അറിയുന്നില്ല. ആ രീതിയിലുള്ള സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു എക്കോ എടുക്കുന്നതിനും പിന്നെ നമ്മുടെ ഈ ഒരു കേസ് ഞാൻ പറഞ്ഞത് എന്റെ പേര് ഞാൻ പറഞ്ഞത് അതിനെടുക്കുന്നതിലൂടെ 5 ദിവസം എമർജൻസി പേഷ്യന്റിനെ കൊണ്ട് അവിടെ കൊണ്ടിരിക്കുക. തിരുവനന്തപുരം എന്നുള്ള നാട്ടിൽ സാധാരണ ഒരു കുടുംബത്തിൽപ്പെട്ട 2 പേര് അവിടെ നിൽക്കണമെങ്കിൽ ഒരു ദിവസം പ്രതിദിനം രൂപ എത്ര രൂപ ചെലവാകുമെന്ന് അന്വേഷണത്തിന് അറിയാം. ഇത് സാധാരണക്കാരെ കൊണ്ടുവന്ന് ഇവിടെ സാധാരണക്കാരുടെ ഏറ്റവും വലിയ ആശ്രയവുമായിരിക്കേണ്ട ഈ സർക്കാർ ആതുരാലയം വെറും വിരിപ്പുകെട്ടുകളുടെ അല്ലെങ്കിൽ ശാപങ്ങളുടെ പർദീസമായി മാറിക്കൊണ്ടിരിക്കും. ഓരോ ജീവന്റെയും ശാപം നിറഞ്ഞിരിക്കുന്ന ഒരു ഭൂമി, ഒരു നരക ഭൂമി തന്നെ വേണം ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറയാൻ. എന്തും അന്വേഷണത്തെ ഞാൻ കറക്റ്റായിട്ട് അടിപിന്നകത്ത് വന്ന് വീണുപോയി. അത്രേ ഉള്ളൂ. അടിപിന്നകത്തെ ഞാൻ വന്ന് വീണുപോയി. ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടിയിട്ട് അന്വേഷണത്തിനോട്, എനിക്ക് എന്തെങ്കിലും എന്റെ ജീവന് എന്തെങ്കിലും അപായം സംഭവിച്ചാല് എന്റെ ഈ ജീവൻ വെച്ച് ചെറു നിസ്സാരമായിട്ട് കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ ഞാൻ അത് വെളിവാകത്തക്ക രീതിയിൽ ഞാൻ വോയിസ് ഇട്ടിട്ടുണ്ട്. ഈ വോയിസ് അഥവാ എന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് ഇവരുടെ ഈ ഒരു ഉദാസീനത കൊണ്ടും ഈ ഒരു അലംഭാവം കൊണ്ട് എന്റെ ജീവൻ എന്തെങ്കിലും ഒരു ഭീഷണി എന്തെങ്കിലും ഒരു ആപത്തോ സംഭവിച്ചാൽ അന്നസാത്തെ ആ വോയിസ് എന്റെ വോയിസ് റെക്കോർഡ് ഞാൻ നിനക്ക് അയച്ചിരുന്നുണ്ട്. അതുകൊണ്ട് ഈ പുറം ലോകത്തെ അറിയിക്കണം. ഇതാണ് ആ മറുപടി. അയാൾ തന്നെ സൂചിപ്പിച്ചതുപോലെ
ആ അടിവില്ലിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ടില്ല, എന്നേക്കുമായി യാത്രയായി. ആൻജിയോഗ്രാം കാത്ത് ഒരു അടിയന്തര ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റും ചെയ്യേണ്ട ഒരു ഹൃദ്രോഗി അവിടെ കിടന്നതിൻ്റെ മാനസിക വികാരങ്ങൾ വേറെ ആരുമല്ല പറഞ്ഞത്, അദ്ദേഹം തന്നെയാണ്. നമ്പർ 1 ആണെന്ന് പറയുന്ന കേരളത്തിൽ, ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ തിളങ്ങി നിൽക്കുകയാണെന്ന് പ്രഖ്യാപിക്കുന്ന കേരളത്തിൽ, അലങ്കാരമായി ക്യാപ്ഷനായി അവിടെ കിടന്ന ഈ വേണു എന്ന് പറയുന്ന എൻ്റെ നാട്ടിലുള്ള പാവപ്പെട്ടവനായ സാധാരണക്കാരനായ സ്വന്തം മകളെ ഒരു ഡോക്ടറാക്കി കാണാൻ ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് തെരുവിൽ കിടന്ന് ഓടി കഷ്ടപ്പെടുമ്പോഴും ആളുകളോട് മാന്യമായും മര്യാദയ്ക്കും പെരുമാറുന്ന ഒരു മനുഷ്യൻ്റെ അവസാന വാക്കുകളാണ് ഈ പറഞ്ഞത്. അയാൾ പറഞ്ഞത് അറം പറ്റിയതുപോലായി. ആർക്കാണായത്? ആ കുടുംബത്തിനായി, അയാളെ സ്നേഹിക്കുന്നവർക്കായി, നല്ല ഹൃദയമുള്ളവർക്കായി. പക്ഷേ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെക്കാൾ കേമന്മാരായ ഈ അവിടെ വണ്ടി തള്ളാനും ഉന്താനും ഒക്കെ നടക്കുന്നവന്മാർക്കൊന്നും ഇത് മനസ്സിലാവില്ല. കാരണം അവനൊന്നും അവിടെ ക്വാളിറ്റിയിൽ കയറിപ്പറ്റിയതല്ല. പാർട്ടി ആഫീസുകളിൽ മണിയടിച്ചും ആ നേതാവിന് തിരുമ്മിക്കൊടുത്തും ഈ പറയുന്ന സ്ഥലത്ത് കയറി കഴിഞ്ഞാൽ ഇതുപോലെ ചെല്ലുന്ന പാവങ്ങളോട് വളരെ നികൃഷ്ടമായ വന്യമൃഗങ്ങൾ പെരുമാറുന്നത് പോലെ പെരുമാറുകയും, എന്നാൽ അവന് വേണ്ടവരും കാല് തിരുമേണ്ടവരും അടുത്ത ഭരണത്തിൽ നിലനിർത്തേണ്ടവരും ഇനി വരുന്നവരുമാണെങ്കിൽ അവരുടെ കൊച്ചമ്മമാരുടെ എല്ലാം കഴുകി കൊടുക്കാൻ പോലും ഒരു മടിയുമില്ലാത്തവണ്ണം വായി നോക്കികളായ കുറേ പേരുണ്ട്. ഇവനൊക്കെ മരിക്കൂലേ? ഇവനൊക്കെ കിടക്കൂലേ? ഇവനൊക്കെ നിലവിളിക്കൂലേ? ഇവനൊക്കെ അനുഭവിക്കൂലേ? ഇവനെപ്പോലുള്ളവനെ അങ്ങ് എത്തിക്കാൻ, അങ്ങ് ചെല്ലാൻ, അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു ലോകത്ത് വെച്ചെങ്കിലും ഇവനെയൊക്കെ വിചാരണയും ശിക്ഷയും നൽകിയില്ലെങ്കിൽ പിന്നെ എന്താണ് ഈ ഭൂമിയിലെ പാവപ്പെട്ടവൻ അനുഭവിച്ചു പോകുന്നതിനൊരു പരിഹാരം? ഇത് അവിടെ ജോലി ചെയ്യുന്നവരുടെ കാര്യമാണെങ്കിൽ ഡോക്ടർമാരുടെ കുറേ പേരുണ്ട്. എല്ലാവരെയും അല്ല, വിരലെണ്ണാവുന്നവരെയൊക്കെ മാറ്റി നിർത്താം, നല്ലവരായ കുറച്ച് പേരുണ്ട്. ബാക്കിയുള്ളവരുടെ എന്താ സ്ഥിതി? കിട്ടിയിട്ടും മുഴുക്കാതെ ഏതെല്ലാം കമ്പനികളിൽ നിന്നും സ്കാൻ സെൻ്ററുകളിൽ നിന്നും എല്ലായിടത്തു നിന്നും വാങ്ങിച്ചാലും തീരാതെ കൊതിയോടെ ആർത്തിയോടെ രായും പകലും 2 മുറിയിലും കമഴ്ന്നിരുന്ന് എഴുതി ആ എഴുതുന്ന മരുന്ന് മെഡിക്കൽ സ്റ്റോർ പുറത്തായി പോയാൽ അവന് ലാഭം കിട്ടുമെന്നോർത്ത് വീടിൻ്റെ മതിൽക്കെട്ടിനകത്തു പോലും മെഡിക്കൽ സ്റ്റോർ ഉണ്ടാക്കി കൊയ്ത് വാരി തിന്നുകല്ലേ, വല്ലവൻ്റെയും വാരി തിന്നുന്നത് പോലെ. കാല് മുറിക്കുന്നവൻ്റെയും ഗർഭപാത്രം എടുത്ത് കളയുന്നവൻ്റെയും ഈ ധർമാശുപത്രിയിൽ ചെല്ലുന്ന നക്കാപ്പിച്ചാക്കാരൻ്റെത് വല്ലതും വാങ്ങിച്ച് തിന്നാനാണെങ്കിൽ നീ എന്തിനാണ് ഈ ഡോക്ടർ എന്നുള്ള വലിയ അഭിമാന സംഗതിയും തോളിൽ തൂക്കിയിട്ടിരിക്കുന്ന ഈ ചരടും കൊണ്ട് നടക്കുന്നത്? അതിനേക്കാൾ എത്രയോ അന്തസ്സുണ്ട് ഇറച്ചി വെട്ടുന്നവർക്ക്. അവർ മൃഗത്തെ വെട്ടി ഭക്ഷിക്കാൻ കൊടുക്കുകയും അല്ലെങ്കിൽ ആ പറയുന്നത് പോലെ ആ കച്ചവടം നടത്തുകയല്ലേ ചെയ്യുന്നുള്ളൂ. ഇത് പച്ചയായ മനുഷ്യരെയല്ലേ ഇങ്ങനെ ചെയ്യുന്നത്? എന്തെല്ലാം അനുഭവങ്ങളാണുള്ളത്. എൻ്റെ അടുത്തൊരു ആശുപത്രിയുണ്ട്, കരുനാഗപ്പള്ളി ആശുപത്രി. അവിടെ 5000 രൂപയാണ് പ്രസവിക്കുന്നതിന് പടി. 3000 രൂപ ഒരാൾക്ക്, 2000 രൂപ ഒരാൾക്ക്. അത് കൊടുത്തില്ലെങ്കിൽ പ്രസവിക്കില്ല. മരിച്ചില്ലേലും അവർക്കൊന്നുമില്ല. കാരണം അവർ ലക്ഷങ്ങളും കോടികളും കൊടുത്താണ് ഇത് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവരെ ആര് മാറ്റും? ഇനി അഥവാ മാറ്റാനിറങ്ങുമ്പോഴോ അവരുടെ പ്രധാനപ്പെട്ടവർ വലിയ സ്വാധീനമുള്ളവരാണ്, അവർ പിരിക്കുകയാണ്. വല്ല സംഗതികളും വരുമോ? അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, എൻ്റെ ഒരു അനുഭവം പറയുകയാണ്. എൻ്റെ മകളുടെ ഒരു കണ്ണിന് അസുഖത്തിനൊരു ഡോക്ടറെ കാണിക്കാൻ പോകുന്ന ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ, അവരുടെ വീട് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ 3 കിലോമീറ്റർ അപ്പുറത്താണ്. അവർ വർക്ക് ചെയ്യുന്നത് ഒരു 5 കിലോമീറ്റർ എതിർ ദിശയിലാണ്. അടിയന്തരമായി അവർ ചെന്ന് കാണുന്നു. അവരൊരു മരുന്ന് കുറിച്ച് കൊടുക്കുന്നു. ഈ മരുന്നുമായി ഉച്ചയ്ക്ക് എൻ്റെ വൈഫ് അവർ പ്രാക്ടീസ് ചെയ്യുന്ന ആശുപത്രിക്ക് തൊട്ടടുത്തുള്ള മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ ചെല്ലുന്നു. അവിടെ എങ്ങും ഇത് കിട്ടത്തില്ല. അവസാനം 2-3 ഇടത്ത് ചെന്നപ്പോൾ അവർ ചിരിക്കാൻ തുടങ്ങിയിട്ട് പറഞ്ഞു, ഇത് അവിടെ പോയി വാങ്ങാൻ പറഞ്ഞു. വലിയ കൂടിയ മരുന്നൊന്നും അല്ല, ചാത്തനാണ്. പക്ഷേ ആ ചാത്തൻ കിട്ടുന്നത് അവരെ വീടിൻ്റെ മുന്നിലാണ്. അവിടുന്ന് മാത്രം എന്താ ഇത് ചെയ്യുന്നത്? അതിൽ നിന്ന് ഈ 100 രൂപയുടെ മരുന്നിൽ നിന്ന് കിട്ടുന്ന 5 or 10 വേണം, അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും കഴിക്കണം, അല്ലെങ്കിൽ അവരുടെ ചെലവിൽ എവിടെയെങ്കിലും പോയി താമസിക്കണം. അതിനാണ് ഈ പണി ചെയ്യുന്നത്. 300, 600 രൂപ ഓട്ടോ കൂലി, അവർക്ക് 500 രൂപ ഫീസ്, തിരിച്ച് 500 or 600 കൊടുത്തു വന്ന് മരുന്ന് വാങ്ങണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് വലിയ മിടുക്കരായിട്ട് ചില സ്ഥലത്തൊക്കെ ഈ സാമൂഹ്യ സംഘടനകളും ബാക്കിയുള്ളവരുമൊക്കെ ഇവരെ ആദരിക്കുന്നത് കാണുമ്പോൾ കാർക്കിച്ച് തുപ്പാൻ തോന്നും. തീർന്നില്ല. ഇതുപോലെയുള്ള ആശുപത്രികളിൽ അവിടെ ഒരു 4 വീൽ ചെയർ വേണം, അല്ലെങ്കിൽ കിടക്കുന്നതിനൊരു ബെഡ് വേണം. ആരോടാണെന്നറിയാമോ ഇവർ പറയുന്നത്? ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത കുറേ മനുഷ്യരുണ്ടല്ലോ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാനോ വേറെ ഏതാണ്ട് മോഹങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തകർ. അവരോട് പറയും 2 വീൽ ചെയർ വേണമെന്ന്. അവർ ഓടി നടന്ന് കാല് പിടിച്ച് 5 or 6 വീൽ ചെയർ ഒപ്പിച്ച് അവിടെ കൊണ്ട് കൊടുക്കുമ്പോൾ ഇവർ ഏറ്റുവാങ്ങിയിട്ട് പറയും, ഉത്രാട സുരേഷിനെ പോലെ ഒരാൾ ഇവിടെ ജീവിച്ചിരുന്നിട്ടില്ല. യഥാർത്ഥത്തിലൊന്ന് ആലോചിച്ച് നോക്കൂ.
ഇവരുടെ ഒരു ദിവസത്തെ ശമ്പളം ഉണ്ടെങ്കിൽ 50 വീൽ ചെയർ വാങ്ങിക്കാം. ശമ്പളത്തിൽ നിന്ന് വാങ്ങണ്ട, ഇവർക്ക് കമ്മീഷൻ കൊടുക്കുന്ന മരുന്ന് കമ്പനിക്കാരോട് പറഞ്ഞാൽ 10 അവിടെ കൊണ്ടിടും. അതൊക്കെ എന്തിനാ കുറയ്ക്കുന്നത്? അതിന് പകരം ഗതിയില്ലാത്തവൻ്റെയും മാർഗ്ഗമില്ലാത്തവൻ്റെ അടുത്തും പറയാം. ഈ മാർഗ്ഗമില്ലാത്തവൻ്റെ അടുത്ത് പറഞ്ഞാലോ അവൻ്റെ അമ്മയോ അച്ഛനെയോ കൊണ്ടുവരുമ്പോൾ അവിടെ തീർന്നു സർവ്വബന്ധങ്ങളും. പിന്നെ ചിരിയില്ല, വർത്തമാനമില്ല, ഒന്നുമില്ല. പിന്നെ ആ കൊടുക്കാനുള്ള പതിവ് കൊടുക്കണം. ഇത് ഭൂരിപക്ഷം പേരുടെ കാര്യമാണ് പറയുന്നത്. ഇത് കേട്ട് നിരപരാധികളും ഇത് വാങ്ങാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ വിഷമിക്കരുത്. ഒറ്റപ്പെട്ടവരൊക്കെ അങ്ങനെ ഉണ്ടാകാം, നമ്മുടെ ഹാരിസ് ചിറമേലിനെ പോലെ എന്തെങ്കിലും പറയുന്നവർ. അപ്പോൾ എന്നിട്ട് അവരെ ചൂഷണം ചെയ്യുക. വന്നപ്പോഴത്തെ സ്ഥിതി എന്താ? ഒരു മുനിസിപ്പൽ ചെയർമാനോ മുനിസിപ്പൽ കൗൺസിലറോ രാഷ്ട്രീയക്കാരൻ്റെ ഒരു കൗൺസിലറോ പോലും സർജറിക്ക് എന്നാൽ ഈ തുക കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ അനസ്തീഷ്യ ഡോക്ടർ അനസ്തീഷ്യ കൊടുക്കത്തില്ല. അത് കാശ് കിട്ടാത്തതുകൊണ്ടാന്ന് പറയൂല. നിങ്ങളുടെ ഹൃദയരോഗത്തിൻ്റെ 9ാം വാൽവ് 2ാം വാൽവിനകത്ത് കയറി കുരുത്തിരിക്കുക എന്ന് പറയും. കൊടുത്താൽ നിങ്ങൾ മരിച്ചു പോയെന്ന് പറയും. പക്ഷേ 2000 വീട്ടിലോ അല്ലെങ്കിൽ ആ പടി വാങ്ങിക്കുന്ന ബ്രോക്കറുടെ കയ്യിലോ കൊടുത്താൽ ഇത് ഓക്കെയാണ്. അവർ കണക്കൂട്ടുന്നത് എങ്ങനെയാണെന്നറിയോ? ഇത് നിങ്ങൾ പുറത്ത് ചെയ്താൽ നിങ്ങൾക്ക് 1.5 ലക്ഷം രൂപയാവും. ഇതിവിടെ ചെയ്യുന്നതിന് 10,000 രൂപ ഞങ്ങൾക്ക് തന്നാൽ മതി. ഇതാണ് പടി. ഇവിടെയാണ് ഇയാൾ പറഞ്ഞത് ചിലപ്പോൾ മരിച്ചു പോകുന്നവൻ്റെ അച്ഛനോ അമ്മയോ ഒക്കെ നിയന്ത്രണം വിട്ട് ഈ വടിവാളും ഇതുമൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങി കയ്യിൽ കിട്ടുന്ന കമ്പിപ്പാര എടുത്ത് ചെയ്തുകൂടാത്തതാണ് എങ്കിൽ പോലും നിയന്ത്രണം വിട്ട് ചിലർ ചെയ്തു പോകുന്നത് അത്രമേൽ സഹിക്കാൻ കഴിയാത്തവരാണ്. ഇപ്പോൾ ഈ ഗതിയില്ലാത്ത ഈ പെൺകുട്ടിയോടും 2 മക്കളോടും തൻ്റെ അച്ഛനോട് ഇത് കാണിച്ചവരോട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അവരുടെ മനസ്സെന്തായിരിക്കും? എന്തായിരിക്കും അവരുടെ രീതി? എന്തായിരിക്കും അവരുടെ പ്രതികരണം? എല്ലാവരും ന്യായം പറഞ്ഞാൽ മതിയോ? എല്ലാവരും സുരക്ഷിതത്വം പറഞ്ഞാൽ മതിയോ? മാന്യമായി പെരുമാറാൻ. എടാ, ഉപകരണം ഇല്ലെങ്കിൽ അവരോട് പറയണം അതില്ല, നിങ്ങൾ എവിടെയെങ്കിലും പാൻ പറയണം. ഇനി ഇതിൻ്റെ ഒരു അനന്തര സംഗതി എന്താ? ഇങ്ങനെ എന്തെങ്കിലും സംഗതി ഉണ്ടാകുമ്പോഴേക്ക് യവനെയൊക്കെ കൈകാര്യം ചെയ്യേണ്ടതിന് പകരം പ്രതിപക്ഷ പാർട്ടിക്കാർ ഭരണപക്ഷ പാർട്ടിക്കാരെ പിടിക്കും. അവർക്കെതിരെ പ്രകടനം. അപ്പോൾ ഭരണപക്ഷ പാർട്ടിക്കാരുടെ അണികളെല്ലാം കൂടെ ഇറങ്ങി പ്രതിരോധിക്കാൻ നിൽക്കും. അവസാനം രക്ഷപ്പെടുന്ന ആരാ? ഈ 2 പാർട്ടിക്കാരുടെ കയ്യിൽ നിന്നും ഇത് വാങ്ങിച്ച് ഈ കാഷ്ടം ഭക്ഷിക്കുന്ന ഇവരാണ് രക്ഷപ്പെടുന്നത്. മാന്യമായി ജോലി ചെയ്യണം, അതിൻ്റെ ശമ്പളം വാങ്ങിക്കണം, അതിൻ്റെ ഫീസും വാങ്ങണം. ഇനി കമ്പനിക്കാരുമല്ലോ അവരുടെ ലാഭത്തിൽ നിന്ന് കൊണ്ട് തരുന്നെങ്കിൽ അതും തിന്നോ, അതിന് കുഴപ്പമില്ല. അത്രയും വലിയ സൂക്ഷ്മതയുള്ളവരുടെ ഒന്നും ആവണമെന്നില്ല. പക്ഷേ കാല് മുറിക്കുന്നവൻ്റെ കയ്യിൽ നിന്നും കൈ മുറിക്കുന്നവൻ്റെ കയ്യിൽ നിന്നും ആസനം ഓപ്പറേറ്റ് ചെയ്യുന്നവൻ്റെ കയ്യിൽ നിന്നും അവൻ്റെ നാഭിക്കിരിക്കുന്നത് വാങ്ങിച്ച് തിന്നണമെന്ന് വിചാരിക്കുന്ന ഒരു മാനസികാവസ്ഥയെ നിങ്ങളെ എങ്ങനെ നോക്കും നാളെ മനുഷ്യർ? ഞാൻ ഈ ഡോക്ടേഴ്സ് ഫ്രട്ടേണിറ്റിയോട് ചോദിക്കുക. പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഡോക്ടർമാരുണ്ടായിരുന്നു. അവർ ദൂരെ നിന്ന് നടന്നു വരുമ്പോൾ കടത്തുന്നതിന് എഴുന്നേക്കുമായിരുന്നു. ഇപ്പോൾ ഓരോരുത്തർ മരിച്ചെന്ന് കേൾക്കുമ്പോൾ പറയുന്നത് എന്തോ അറിയോ? അവനുണ്ടാക്കി വെച്ചേക്ക് ഇനി ആരനുഭവിക്കും, അത്ര കൊള്ള ചെയ്തുണ്ടാക്കിയതാണെന്നാണ് പറയുന്നത്. വിട്ടുവീഴ്ച കാണിക്കണം, മനുഷ്യത്വം കാണിക്കണം. നിങ്ങളും മനുഷ്യരാണ്, അത്രമാത്രം മതി. ഇത് ഞാൻ വെറുതെ എൻ്റെ കയ്യിൽ നിന്ന് പറഞ്ഞതല്ല. ഇന്നൊരു മാധ്യമത്തിലൂടെ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ വിളിച്ച് ജനങ്ങൾ പറഞ്ഞ ചില അനുഭവങ്ങളിൽ കേൾപ്പിക്കാൻ കൊള്ളാവുന്നത് നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. കേട്ടാ മതി. ഞാൻ ഇത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു കേട്ടോ സാറേ, ഈ മെഡിസിൻ ആയിട്ടുള്ള ഒരു ബന്ധപ്പെട്ട്. അപ്പൊ എന്റെ ഒരു മദർ ഈ ഒരു ഡോക്ടറെ, കരുനാഗപ്പള്ളി ഒരു പ്രശസ്ത ഡോക്ടറെ സ്ഥിരം കണ്ടോണ്ടിരിക്കുകയാണ്. എല്ലാ ആഴ്ചയും ഇങ്ങനെ ഡോക്ടറെ പോയി കാണും, മരുന്ന് എഴുതി കൊടുക്കും. ഒരുപാട് വലിയ വിലക്കുള്ള മരുന്നുകൾ കൊടുക്കും. ആ ഡോക്ടർ പറയുന്ന കടയിൽ പോയി മേടിക്കണം. അങ്ങനെ മദറിന് അസുഖം കൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. കരുനാഗപ്പള്ളി താലൂക്ക് ഹോസ്പിറ്റലിലെ ഡോക്ടർ തന്നെയാണ്. അഡ്മിറ്റ് ചെയ്ത് 15-20 ദിവസത്തോളം അവിടെ കിടത്തിയിട്ടും മദറിന് കുറവില്ല. കാരണം വെച്ചാൽ ഈ ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടർ 1 വട്ടോ 2 വട്ടേ വന്നിട്ടുള്ളൂ. നമ്മൾ പടി എത്തിച്ചിട്ടില്ല എന്നുള്ളതായിരിക്കാം. നിങ്ങൾ ഈ മെഡിക്കൽ മേഖലയിൽ വർക്ക് ചെയ്തിട്ട് അല്ലേ? അങ്ങനെ മദറിനെ ഞങ്ങള് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 3 ദിവസം അവിടെ ചികിത്സിപ്പിച്ചപ്പം എല്ലാ അസുഖങ്ങളും മാറി. ഇത് കാശടയ്ക്കാത്തോണ്ടായിരിക്കും. ആയിരിക്കാം. ആ ഡോക്ടർക്ക് സമയമില്ല. ഈ ഡോക്ടറാണെങ്കിൽ ഒരു പേജിന് 1 മണിക്കൂർ വെച്ച ആളിനെ കാണുന്നത്. ഇപ്പൊ സാറ് പറഞ്ഞതിന്റെ തൊട്ട് ആ ഡോക്ടർ വിചാരിച്ച 1 അല്ല 10 വീൽ ചെയറും സ്ട്രെച്ചറും എല്ലാം കിട്ടുന്നയാ ഈ മെഡിക്കൽ ഫീൽഡിലുള്ളവരടുത്ത് പറഞ്ഞ. പക്ഷെ അവരുടെ വരുമാനം കുറയും. ഒരു കണ്ണിച്ചോരയില്ലാത്ത ഞാൻ ഈ ഫീൽഡ് നിർത്താൻ കാരണം തന്നെ ഒരു ദയയില്ല. ഒരു 1999 ഡോക്ടർമാർക്ക് സമൂഹത്തോട് യാതൊരു ബന്ധവുമില്ല. അവർക്ക് പൈസ 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 മാത്രം. ഞാന് പറയുന്നത് ഒരു സജഷനാണ്. നമ്മൾ അദ്ദേഹത്തിന്റെ ഓഡിയോ റെക്കോർഡ് നമ്മൾ കേട്ടത് അദ്ദേഹത്തിന്റെ മരണശേഷമാണ്. നമുക്ക് ഇത് നേരത്തെ കേൾക്കാൻ പറ്റുമായിരുന്നുവെങ്കിൽ പല രീതിയിലും അദ്ദേഹത്തെ രക്ഷിക്കാൻ പറ്റുമായിരുന്നു. തീർച്ചയായിട്ടും അതിനൊരു സോഴ്സ് ഈ ഹോസ്പിറ്റലുകളിൽ ഇല്ല. മറിച്ച് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലുള്ള രീതികൾ, എന്റെ വൈഫ് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതാണ്. പല സിറ്റുവേഷനിലും പല കാര്യങ്ങളും സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്.
ഇവൻ നമ്മുടെ കരുനാഗപ്പള്ളി താലൂക്ക് ഹോസ്പിറ്റലില് ഒരു സ്ത്രീയെ പ്രസവത്തിന് കൊണ്ടുപോയാല് ഒരേ ചടങ്ങാണ്. കുട്ടിയെ ലാസ്റ്റ് ആ തള്ളയുടെയോ അല്ലെങ്കിൽ സ്വന്തക്കാരെയോ ഏൽപ്പിക്കുന്നത് വരെ പിരിവാണ്. ഇത്ര രൂപ വീതം. ഇത് ഒരു കൂട്ടമായ കുറെ ആൾക്കാർ ചേർന്ന് പിരിച്ചെടുത്തിട്ട് ഇത് വീതിച്ചെടുക്കുക. അത് ശരി. ഇതിലൊന്നും താല്പര്യമില്ലാത്ത പലരും ഉണ്ട് അവിടെ സ്റ്റാഫായിട്ട്. ഇത് 1 രൂപ പോലും എനിക്ക് വേണ്ട, ഇത് സേവനം ചെയ്യണം, എനിക്ക് സാലറി ഉണ്ട് എന്ന് ചിന്തിക്കുന്ന പലരും ഉണ്ട്. പക്ഷെ അവരെ ഒറ്റപ്പെടുത്തി, അവരെ കുറ്റം പറഞ്ഞ്, അവരെ ദ്രോഹിക്കുന്ന രീതിയാ ഈ മിക്ക സ്ഥാപനങ്ങളിൽ നടക്കുന്നത്. എന്റെ ഒരു ചിന്തയിൽ വന്നത്, ഈ ഹോസ്പിറ്റലിൽ എന്തുകൊണ്ട് മീഡിയയുടെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു ടെലിഫോൺ പബ്ലിഷ് ചെയ്തുകൂടാ? ഇദ്ദേഹത്തിന്റെ ഈ വോയിസ് റെക്കോർഡ് ചെയ്ത് ഇത് ഒരു ഏഷ്യാനെറ്റിന്റെയോ അല്ലെങ്കിൽ ഈ റേഡിയോയുടെയോ അല്ലെങ്കിൽ ദൂരദർശന്റെയോ ഒരാളുടെ ഈ നമ്പര് ഒരു സാധാരണപ്പെട്ടവൻ അറിയാൻ സാധ്യതയില്ല. എങ്ങനെ കോണ്ടാക്ട് ചെയ്ത് ഇത് അറിയിപ്പിക്കാൻ പറ്റും? മാത്രമല്ല, ഇൻ കേസിൽ അറിയിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ രോഗിയെ ഓട്ടോമാറ്റിക് ആയിട്ട് കൊല്ലും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പേടികളുണ്ട്. ഈ ഒരു അവസ്ഥ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒക്കെ അറിയാൻ പറ്റുമായിരുന്നു. ഈ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ പബ്ലിഷ് ചെയ്തിരുന്നു എങ്കിൽ ഇദ്ദേഹം മരിക്കത്തില്ലായിരുന്നു. ശരിയാണ്. നിർബന്ധമായിട്ടും ഈ ഹോസ്പിറ്റലുകളിൽ ഈ മീഡിയ ആരൊക്കെ ഉണ്ടോ അതാത് പ്രദേശത്തെയോ അല്ലെ മെയിൻ ആയിട്ടുള്ളവരുടെ ടെലിഫോൺ നമ്പറുകൾ പബ്ലിഷ് ചെയ്യണം.